audience. എടി മുത്തേ, അവള് ഒരുങ്ങി ചേച്ചി. മുത്തേ നീ വാ വേഗം. എന്റെ മോളെ എനിക്ക് കൈകാലം വെച്ചിട്ട് പാടില്ല. എന്തിന്? ഇത് കൊച്ചിന്റെ അമ്മാവൻ കനകൻ പോലീസാണ് ഇവിടെ പൂജപ്പുര സ്റ്റേഷനിലാണ്. ഇത് ഞങ്ങളുടെ എല്ലാവരുടെ അമ്മാവൻ കൃഷിയാണ് കേട്ടോ. കൃഷിയാണ് പണ്ട് മുതലേ കൃഷിയാണ് പാരമ്പര്യം. ഇപ്പൊ നല്ല ചീരത്തോട്ടമൊക്കെ ഉണ്ട്. ഇതാരാന്നറിയാം? ഇത് കൊച്ചിന്റെ അച്ഛന്റെ അനിയൻ അടിപൊളിയായിട്ടുണ്ട്. എന്താണ് എന്തിനു പേടിക്കുന്നത്? ചായ കൊണ്ടങ്ങ് പൊയ്ക്ക് സമയം. നിന്നെ ഇന്ന് കെട്ടിച്ചൊന്നും വിടുന്നില്ലല്ലോ അത്ര പേടിക്കാനായിട്ട്. ഞാനുണ്ട് എന്നെയാണോ കല്യാണം കഴിക്കാൻ? ഞാൻ പ്രാവശ്യം നീ ഇത് പിടിച്ചേ. അമ്മ വരാം പിടിക്ക്. ഈ പെണ്ണ് എങ്ങനെ പോയി വെച്ചോ? പിടിക്ക്. ഓ ഞാൻ പിറകെ വരാം. മറ്റവരൊക്കെ അവിടെ ഇരിക്കില്ലേ? എന്നാ വാ വാ വാ. ആ നീ തട്ടി വീഴരുത്. നോക്കവിടെ ബാസുലി ചേച്ചി. ഞാൻ ഇവിടെ നിൽക്കാൻ പോയിട്ട് വേണ്ട പോയിട്ട് വന്നു. എവിടെ വിളിക്കണേ മക്കളെ വാ. ഇതാണ് ഞങ്ങളുടെ മുത്ത്. ചായ കുടിക്കും. അതെന്റെ പെങ്ങള് ലില്ലിക്കുട്ടി. ചായ എടുത്തോ? ഞങ്ങൾക്കല്ല, അവിടെ അവിടെ ചായ എടുത്തു. ചായ എന്ത് ഉറക്കമാണിത്? എത്ര മണിയായെന്നറിയോ? 8 o'clock. രാവിലേക്ക് എണീക്കണം, എന്നാലും ആരോഗ്യമൊക്കെ സെറ്റ് ആവത്തുള്ളൂ. പിടിക്ക്. കിളി പോയിരിക്കണല്ലോ. എന്ത് പല്ലൊക്കെ തെക്കി കമ്മ. നാളെ തൊട്ട് രാവിലെ എണീക്കണം. വേണ്ടേ? ഞാൻ സ്നേഹത്തോട് ഇട്ടോണ്ട് വന്നു. ഇപ്പൊ വരണം. കിടക്കരുത്. നീ പൊട്ടിച്ചത് കണ്ട? എടാ നോക്കട്ടെ. ഇവിടെ വാ തക്കുടു. അങ്ങനെ ഇപ്പൊ തരാതെ ഷെയർ ചെയ്യണം. അമ്മ അതെന്താ അങ്ങനെ? ഞാൻ ഡാഡി ഒരു സാധനം കിട്ടും, നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കണോ വേണ്ടേ? പിന്നെ അതിനല്ലേ സ്കൂളിൽ ചെയ്യണം, ഷെയർ ചെയ്യണം. എന്താ അതെ, എടുത്തോ. നീ എന്താ ബിസ്ക്കറ്റ് കണ്ടിട്ടില്ലേ? ഷെയർ ചെയ്യാ. നീ എന്തൊരു ബിസ്ക്കറ്റ് കാണാൻ? നിന്റെ പ്രായമാണോ അവന്റെ പ്രായം? ഡാഡി അവൻ പഠിക്കണ്ടേ ഷെയർ ചെയ്യുന്നത്? അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാവോ? നീ അതൊന്നും പഠിപ്പിക്കണ്ട അവനെ കേട്ടോ. നീ കൊച്ചു കുട്ടിയല്ലേ ഇപ്പൊ, അത് മനസ്സിലാക്ക്. അങ്ങനെ തള്ളമാർക്ക് ശ്രദ്ധിക്കാനുള്ള സമയം വേണ്ട. രാവിലെ ഇറങ്ങും തണ്ട. പിന്നെ അങ്ങനെ ഇനി അത് പറ. നിങ്ങൾ രാവിലെ മുതൽ ഇത്രയും നേരമായിട്ട് പോയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളിന്ന് പോണില്ല, അതുകൊണ്ട് ഇവിടം വരെ വന്നതാ. അപ്പൊ തണ്ടാനാണോ? പിള്ളേർ ഇവിടെ കിടന്ന് അട്ടാസം കാണിക്കണ്ട. തള്ളമാർക്ക് അതൊക്കെ ശ്രദ്ധ വേണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ചെറിയ പ്രായമല്ല. ഒരു ബിസ്ക്കറ്റ് കഴിച്ചാണോ? എന്താ ബിസ്ക്കറ്റ്? അതെങ്ങനെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ഇത്രയും നാളും അവള് കൊച്ചല്ലേ, അവിടെ എന്തിനാ വഴക്ക് കുറയെന്ന് പറഞ്ഞായിരുന്നു വഴക്ക്. ഇപ്പൊ അവള് വലുതായെന്ന് പറഞ്ഞ വഴക്ക്. നിങ്ങക്ക് എന്താ കുഴപ്പം? വലുതായോണ്ട് തന്നെ വലുതായെന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കേച്ചി. ഒന്നുമല്ലടി, വലുതായി കഴിഞ്ഞാല് അച്ഛന്മാര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടന്നാ പോരാ. അതിനുള്ള ഉത്തരവാദിത്തം കാണിക്കണം. അത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? എടി പെണ്ണെ, അവൾക്ക് കല്യാണാലോചന വന്നു എന്ന് പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയത് ഇങ്ങോട്ട്. ഇപ്പൊ കല്യാണാലോചനയുടെ കാര്യം ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? ഇല്ലല്ലോ. ഇത് ക്ലീരച്ചന് എത്ര ദേഷ്യം എന്തുവാ? പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത് എന്തിനാണ്? എല്ലാവർക്കും എല്ലാം മനസ്സിലാവണുണ്ട്. എന്തോന്നടാ ഈ വഴി കൂടെ ഇങ്ങനെ പാഞ്ഞു പറിച്ചത്? എവിടെയാണ് പോണത്? അല്ല, ഞാൻ ചേച്ചിയെ കണ്ടിട്ട് കുറവ് സായില്ലേ, അപ്പൊ ചേച്ചിയെ കണ്ട് ചെറുതായിട്ടൊന്ന് സന്തോഷം പ്രകടിപ്പിക്കാന്ന് വിചാരിച്ചു. ഈ സ്പീഡിലാണ് പോണെങ്കിലേ അവർ സങ്കടത്തോടെ നിന്നെ കാണാൻ ആശുപത്രി വരേണ്ടി വരും. അല്ലെങ്കിലേ നമ്മളെ ഇപ്പോഴത്തെ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമില്ലേ, അതില് അങ്കിളിന്റെ പാർട്ടിയുടെ നിഗമനം എന്തിനാണ്? ഒരു വിലയിരുത്തൽ എന്തിനാണ്? രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തും.
അത് കഴിഞ്ഞേ ഉള്ളൂ പാർട്ടിയൊക്കെ. അതത്രേ ഉള്ളൂ. എന്നാലും നമ്മളെ കൂടെ ഈ വാറിന് നമ്മളോടെ ഇസ്രായേൽ നമ്മളെ കൂടെ നിന്നു, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വാറിന്. പക്ഷെ അമേരിക്ക നമ്മളെ കൂടെ നിന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അമേരിക്ക നിന്നില്ല. നിങ്ങൾ മനസ്സിലായത്? അല്ല, അമേരിക്ക നമ്മളോട് നിന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിന്നില്ല. അല്ല, ആരും പറഞ്ഞല്ല, പക്ഷെ അങ്ങനെയാണ്, അമേരിക്ക നിന്നിട്ടില്ല. പിന്നെ ഇന്ത്യക്ക് ഇപ്പൊ ആരുടെയും സഹായം ഒന്നും വേണ്ട. ഒറ്റയ്ക്ക് നിന്ന് അടിക്കാനുള്ള ചങ്കറപ്പുണ്ട്. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും നമ്മുടെ രാഷ്ട്രത്തിനുണ്ട് കേട്ടോ. അങ്ങനെ അത് കറക്റ്റ് കാര്യം. കാരണം നമുക്ക് അമേരിക്കയുടെ സഹായം വേണ്ടല്ലോ. നമുക്ക് അത്യാവശ്യം ഇന്ത്യയിൽ അത്യാവശ്യം വെപ്പൺസും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമുക്ക് കയറി അടിക്കാനല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് നമ്മൾ അമേരിക്ക വിളിക്കുന്നത്? എന്റെ ഒരു അഭിപ്രായത്തിൽ ക്ലീറ്റോങ്കളെ, ഇവിടുന്ന് ഒരുത്തനെ നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി അയക്കാനും പാടില്ല, അവിടുന്ന് ഒരുത്തൻ ഇങ്ങോട്ട് വരാനും പാടില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലോട്ട് ആരും പോവരുത്. ഓ, ഞാൻ പോകൂല, പക്ഷേ നീ പോവാൻ നോക്ക്. അമേരിക്കയില് അല്ല, പണിക്കൊക്കെ പോവാൻ നോക്കണം. KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഞാൻ പോയി. എന്താ പറഞ്ഞിട്ടോ? അമേരിക്ക കുഴപ്പമൊന്നും കൊണ്ടല്ലേ പറഞ്ഞത്? കുഴപ്പമാണ്. അവനെ ഒരു കിളി പോയ കേസ്. ചേച്ചിക്ക് വേറെ പണിയുണ്ട്. ഞാൻ ചെല്ലട്ടെ. നിനക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ? ആരെങ്കിലും വഴി കൂടി പോയ വായി നോക്കിയിരുന്നോളണം. ഞാൻ എന്ത് ചെയ്ത്? മൊത്തത്തിൽ ഇപ്പൊ അമേരിക്കയാ കുഴപ്പം. എൻ്റെ ബാബു, ഞാൻ പറഞ്ഞില്ലേ അടുത്ത ഞായറാഴ്ച ഒരു ഒന്നാം തരം ചെറുക്കനുമായിട്ട് ഞാൻ അങ്ങോട്ട് വരും. ഇത് ശശിയുടെ വാക്കാന്ന്. ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ കേട്ടോ. ആ, വിളിക്കേ, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. വിളിക്കാവേ ഇനി വന്ന് എന്തുവാ ഈ തീരുമാനത്തിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ പറയണം. അതെ, എന്റെ തീരുമാനം ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞാണല്ലോ. അത് കൊച്ചാണ്. അതിപ്പോ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, നടക്കൂല. എന്റെ ക്ലീറ്റോ, അവരെന്നെ വിളിയോട് വിളിയാന്ന്. ഈ ലോകത്ത് വേറെ പെമ്പിളരൊന്നും ഇല്ല. അതാ തനിക്ക് വേറെ പെമ്പിളരെയൊന്നും അറിയത്തില്ലേ? നമ്മുടെ മോളെ പോലല്ലോ. നമ്മുടെ മോളല്ലേ, എന്റെ മോള്. ആ, ക്ലീറ്റോടെ മോളെ പോലല്ലോ വേറെ പെൺപിള്ളേര്. ഈ ചെറുക്കന് പെണ്ണിനെ നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് ബോധിച്ച്, നല്ല സൗന്ദര്യം, നല്ല വിദ്യാഭ്യാസം, കുടുംബ മഹിമ, പിന്നെ അച്ഛന്റെ രാഷ്ട്രീയ ബന്ധം, ഇതെല്ലാം കൊണ്ട് ചെറുക്കന് ഒറ്റ കാലം നിൽക്കുക. അവനെന്താ മറ്റേ കാലില്ലേ? എന്നാ പിന്നെ അവൻ എവിടെയെങ്കിലും പിടിച്ചിരുത്തോ? എന്റെ ക്ലീറ്റോ, അതല്ലെന്ന്. ചെറുക്കൻ ഒറ്റ കാലം നിൽക്കുക, ഈ പെണ്ണിനെ തന്നെ മതിയെന്നും പറഞ്ഞുകൊണ്ട്. എന്നാ ചെറുക്കനോട് പോയി പറ, എന്റെ മോളെ കെട്ടിക്കുന്നില്ല എന്ന് പറയും. അത് വളരട്ടെ, അത് കൊച്ചുകുട്ടിയാണ്. ഇപ്പൊ ഞാൻ തന്നെ ഒരു 3-4 കൊല്ലത്തേക്ക് ഞാൻ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല കേട്ടാ. എന്റെ ക്ലീറ്റസ് അവിടെ നിൽക്കുന്നു. എന്റെ ക്ലീറ്റസ്, ഇതൊരു സുവർണ്ണ അവസരം. ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ആലോചിക്കാൻ ഒന്നുമില്ല. ഞാൻ നല്ല പോലെ ആലോചിച്ചിട്ടാണ് തന്നോട് ഈ മറുപടി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, കനക സാറിനോടൊന്ന് സംസാരിക്കാം. എന്തിന്? ഒരമ്മാവൻ എന്ന നിലയിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ശക്തമായി ഇടപെടുന്ന ഒരാളാണല്ലോ കനകൻ സാറ് എന്ന് തന്നോട് ആര് പറഞ്ഞു? അങ്ങനെയല്ലേ നാട്ടുകാർ പറയുന്നേ? നാട്ടുകാർ പലതും പറയും. എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഞാനാ കേട്ടോ. അതുകൊണ്ട് തന്നോട് ഞാൻ മലയാളത്തിലാണ് പറയണേ. എന്റെ മോളെ ഇപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല. എന്റെ ക്ലീറ്റോ നല്ല സിനിമാ നടൻ പോലുള്ള ചെറുക്കനാ. ഫേസ്ബുക്കിൽ കൂടെ പെണ്ണിനെ പരിചയപ്പെടുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അച്ഛനും അമ്മയും ഒന്നും അറിയാതെ അവർ കൊണ്ടുപോയി കല്യാണം കഴിച്ചു കളയും. പിന്നെ നിങ്ങൾ ഈ സംഭവം അറിയാത്തത് പോലും ഇല്ല. അറിയാവോ? എന്റെ മോളെ ഞാൻ അങ്ങനെയല്ല വളർത്തുന്നത് കേട്ടാ. അങ്ങനെ ഫേസ്ബുക്കിലൂടെ കണ്ട ചെറുക്കന്മാരോട് എങ്ങനെ എന്റെ മോൾ ഇറങ്ങി പോകും താൻ വിചാരിക്കണ്ട. അങ്ങനെ പല രക്ഷകർത്താക്കളും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇരുചെവി അറിയത്തില്ല ഇവർ കൊണ്ടുപോയി കിട്ടുന്നത്. നമ്മൾ കല്യാണത്തിന് ചെന്നാലും കുഴപ്പമില്ല, ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതല്ല, കല്യാണം പറഞ്ഞു വെച്ചത് പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരും ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അതെ, അതിന് ഒരുപാട് നിന്ന് കഥ പറയണ്ട. എന്റെ മോളെ ഇപ്പൊ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നില്ലെന്ന് ഞാൻ ഇനി ഹിന്ദിയിൽ പറയണോ അതോ തെലുങ്കിൽ പറയണോ കന്നഡയിൽ പറയണോ? തനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലടോ. ഹിന്ദിയിലൊക്കെ പറഞ്ഞിട്ട് എന്തോ കാര്യം? എനിക്ക് ഹിന്ദിയും തെലുങ്കും ഒന്നും പറഞ്ഞുകൂടാലോ. അതുകൊണ്ടാ മലയാളത്തിൽ പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ തലയിൽ ആള് താമസം വേണം. പിന്നെ ഇനി താൻ കല്യാണം ചെറുക്കനെ കെട്ടിച്ച് അടങ്ങുമെന്ന് നിർബന്ധമാണെങ്കിൽ തനിക്ക് പെമ്പിള്ളേരുണ്ടോ? എനിക്ക് 2 ആൺപിള്ളേര്. എന്നൊരു കാര്യം, എന്റെ ഭാര്യ ഉണ്ടല്ലോ വീട്ടിൽ, അവളെ കെട്ട് കെട്ടിച്ചു കൊടുക്കും. പിന്നെ അല്ലാതെ പറഞ്ഞ മനസ്സിലാവുള്ളൂ. എന്റെ തൊഴിലിൽ കയറി ഇടപെടരുത് കേട്ടോ. ആഹാ, എന്റെ ചോറി മണ്ണുവാരി ഇടുന്നോ? ആ, ഹലോ.
ഇതുവരെ പോയില്ലേ? അല്ല ഒരു കൂട്ടുകാരൻ വരാനുണ്ടോ, അവനെ കണ്ടിട്ട് പോകുന്ന വിചാരിച്ചു. അതെ, നമ്മള് നല്ല സ്നേഹത്തിലാണ് പോണത്. നീ ആയിട്ട് അതില്ലാതാക്കല്ലേ. കൂട്ടുകാർ വന്നിട്ടല്ലേ പോകുള്ളൂ. അവിടെ പോയി ഓടാ. കുറച്ചുകൂടെ ഊർജ്ജാക്കാനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആരടുത്ത് പറയാൻ. തങ്കം, എന്തോ വരുന്ന വരുവാ. മുത്തേ, മക്കളൊരു കാര്യം ചെയ്യാമോ? കറി താളിച്ചില്ലെന്നേ. മോനൊരു കാര്യം ചെയ്യും. ഇതേ ഒരു 4 ചുവന്നുള്ളിയും 4 ചുവന്നുള്ളിയും ഇച്ചിരി കടുകും ഇത്തിരി വറ്റൽമുളകും ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഇടിച്ച് താളിച്ച ആ കറിയിലോട്ട് ഒഴിക്കുവോ? കൈ പൊള്ളിക്കുവോ? ഇല്ല. ഓ, കൈ എന്നാലും പൊള്ളിക്കും. നേരത്തെ ഒരു കാര്യം ചെയ്താ മതി. ആ, വിശക്കുവാണെങ്കിൽ എന്നാ ഒരു മുട്ട പൊരിച്ചിട്ട് തിന്നുന്ന. അപ്പൊ അത് ചെയ്യണ്ടേ? നീ കൈ പൊള്ളിക്കോ? കൈ പൊള്ളിക്കൊന്നുമില്ല. സൂക്ഷിച്ച് ചെയ്യണം കേട്ടാ. ഇപ്പൊ മുട്ട ഒഴിക്കണ്ടേ? ആ ചെയ്യ എന്താന്ന് വെച്ചാ ചെയ്. നേരത്തെ വരണേ. നോക്കട്ടെ. സുലാനി നേരത്തെ കൊണ്ടുവരണേ. ഓ എടി, എന്നിട്ട് ആ കറി താളിച്ചിട്ട് കൊച്ചിന് ചോറ് കൊടുക്ക്. ഓ, കൊച്ചിന് ചോറ്? നമ്മള് ചോറ് തിന്നാന്ന് ആർക്കും അറിയണ്ടേ? മുത്തേ, മുത്തേ, കുഞ്ഞളിയാ മുത്തെവിടെ? ചേച്ചി ഇവിടെ ഉണ്ട്. വിളിയടാ. മുത്തു ചേച്ചി, ആ, നീ വാ. ദേ രണ്ടിച്ചേട്ടൻ വന്നു. ആര് വന്നു? ആ, എന്താ ഏട്ടാ? അല്ല, വെറുതെ കാണാൻ വേണ്ടിട്ട്. അമ്മയ്ക്ക് ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് പോയി. അമ്മയും സുലുവാന്റെയും കൂടെ കണ്ട്. എനിക്ക് വേണ്ട, ഞാൻ വേണ്ട ഷെയർ ചെയ്തോളാം. ഇല്ല, അതാ കഴിച്ചോട്ടെ. അല്ല, കുഴപ്പമില്ല. ഇല്ല, ഇത് മുത്ത് കഴിച്ചോ. താങ്ക് യു. വെൽക്കം. എന്ത് പറ്റി? അല്ല, വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയത്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ല, പാടായിരുന്നു. അപ്പൊ എക്സാം ഒക്കെ സെറ്റായി നീ നാട്ടിൽ തന്നെ ഒരു ജോലിയൊക്കെ വെച്ച് സെറ്റിൽ ആവാനുള്ള പരിപാടിയാണല്ലേ? അല്ല, അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പോ വെളി വല്ലതും അറിഞ്ഞൂടാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എല്ലാം ഉറപ്പിച്ച് എന്ത്? വിദേശത്തോട്ട് പോകാൻ വേണ്ടിട്ട്. അല്ലോ, അങ്ങനെയല്ല ഏട്ടാ. ഇപ്പൊ ഹൈ ഓപ്പർച്യൂണിറ്റീസ്, സാലറീസ് ഒക്കെ വെളിയിലല്ലേ. അപ്പൊ എല്ലാരും അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങോട്ടൊക്കെ പോകുന്നത്. ഞാൻ പോവും. എനിക്കിനി അറിഞ്ഞൂടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വരണടുത്ത് വെച്ച് കാണാം. പൈസയാണോ മൊത്തം ജീവിതമൊക്കെ? പൈസ വേണ്ടേ? പൈസ ഉണ്ടാക്കിയവരല്ല ഇപ്പൊ നാട്ടിലോട്ട് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഈ കേരളം, പുഴകളും മരങ്ങളും മലകളും കാടുകളും ഒക്കെ, പ്രത്യേകിച്ച് അമേരിക്കയിൽ. അല്ലേ, അമേരിക്കയിലും കാടും കടലും ഒക്കെ ഇല്ലേ? അമേരിക്കയിൽ കാടും കടലുണ്ട്, പക്ഷേ നമ്മളെ സംസ്കാരത്തിന് പറ്റിയ കാടും കടലൊന്നും അവിടെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞിടെ എൻ്റെ കൂട്ടുകാരെ അമേരിക്കയിൽ തിരിച്ചു വരാൻ വേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ പ്രൈവസി ഇല്ല, അവിടെ സ്വാതന്ത്ര്യം ഇല്ല. വേറെ ഏത് രാജ്യത്ത് പോലും അമേരിക്കയിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ സത്യം പറയില്ല, സ്വാതന്ത്ര്യം ഇല്ല. അവിടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളും ചെയ്ത് നമുക്ക് എന്നാ പോരെ. ആ കൂട്ടുകാരനെ തിരിച്ചു വന്നോ? ആ കൂട്ടുകാരൻ വന്ന് അവനവിടെ നിൽക്കാൻ പറ്റൂല. സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യം നമ്മളെങ്ങനെ നിൽക്കുന്നത്? ജോലിയും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തുമാത്രം സാധ്യതകളുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യം പിന്നെ ഏത് രാജ്യം? എപ്പോ വന്ന്? ഇപ്പൊ വന്നേ ഉള്ളൂ. ലലിത ചേട്ടൻ പറയുന്ന ആരും അമേരിക്കയിൽ പോലും ഇവിടെ തന്നെ നിൽക്കണമെന്ന്. അതിപ്പോ ആരും ഇവിടെ അമേരിക്ക പോണ്? അല്ല, ആർക്കായാലും അമേരിക്കയിൽ പോകാൻ വേണ്ടിട്ട് ആഗ്രഹങ്ങൾ കാണൂലേ? പൊതുവേ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ അങ്ങനെ ആർക്കും ആഗ്രഹമൊന്നുമില്ല. ലല്ലുനുണ്ടോ? എനിക്ക് എന്തിനാ ഇഷ്ടമല്ല. ശരിയെന്ന് പോട്ടാ. എവിടെ അമേരിക്കയിലേക്കോ? ഇല്ല, വീട്ടിലെ ഒരു ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞു. പോട്ടെ. ശരി. ഇപ്പം കൊറേ നേരം അമേരിക്ക എന്ന് വേണ്ടി ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. എനിക്ക് അറിഞ്ഞൂടാ. എവിടെ നടായി മിഠായി? ഇതാ ലല്ലുചേട്ടൻ തന്നത്. ലളിച്ചേട്ടൻ തന്നോണ്ട് നീ അങ്ങ് വാങ്ങിച്ചാ? ഞാൻ മാത്രല്ല, മുത്തു ചേച്ചി വാങ്ങിച്ചു. ആഹാ, വെച്ചിട്ടുണ്ടേ. പോണേ.
മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി. വൈകിട്ട് ചായയുടെ കൂടെ പുട്ടാണോ? പുട്ടും ചായ നല്ല നല്ല കോമ്പിനേഷൻ. അല്ല കേട്ടോ, പിന്നെ പിന്നെ വൈകുന്നേരത്തേക്ക് പുട്ടിന് ചായ. ഇതിനെന്തിന്? ഇത് രാത്രിക്ക്. ലില്ലിപ്പണിയുടെ അടുത്ത് ഇവിടെ നിന്ന് വീരാസം പറഞ്ഞിട്ട് രാത്രി ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാന്നൊക്കെ. അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി ഗോതമ്പ് പുട്ട് തിന്നാൻ. ഗോതമ്പ് പുട്ടോ? ഗോതമ്പ് പുട്ട് വേകുമ്പോ ഒരു മണം വരൂലടാ. വേവുമ്പോ മണമൊക്കെ നല്ല രുചി. രാത്രി ഗോതമ്പ് പുട്ട് കഴിച്ചുള്ള പ്രശ്നം എന്തറിയോ? രാവിലെ പഴങ്കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല. ഇത് നാളെ ഉച്ച വരെ ഇങ്ങനെ കുതിർന്ന് വെള്ളം കുടിച്ച് ഇങ്ങനെ കിടക്കും. അപ്പൊ അത്രയും ലാഭമല്ലേ? നീ കുടിക്കണ്ട. അത്ര കഷ്ടപ്പെട്ട് വിശക്കുന്നില്ലെങ്കിൽ ഇതിനെ കഷ്ടപ്പെട്ട് കഴിക്കുന്നത്. വിശക്കുമ്പോഴല്ലേ കഷ്ടപ്പെട്ട് കഴിക്കേണ്ടത്. വിശക്കുന്നില്ലെങ്കിൽ വെറുതെ അടിക്കാൻ പാടില്ലേ? ആ വിശപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ലേ കഴിക്കേണ്ടത്. മനസ്സിലായില്ലേ? എനിക്ക് നിന്നെ മനസ്സിലാവണില്ല റൊണാൾഡേ. ഇച്ചിരി ചിപ്സും അലുവയും മിച്ചറൊക്കെ മേടിച്ചു വെച്ചോ. എന്തിനു? എന്നാലും മുത്തിനൊരു ആലോചന വന്ന സ്ഥിതിക്ക് ഇനി ഉറപ്പായിട്ട് മാല പോലെ ആലോചനകൾ വരും. പിന്നെ കെട്ടിക്കണൊന്നുമില്ല. സത്യം പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കൂ. എന്നാ കേരളത്തിൽ പെൺപിള്ളേർ കുറവാ. ആണുങ്ങളുടെ എണ്ണം കൂടുതലും പെൺപിള്ളേരുടെ എണ്ണം കുറവാ. കൊടങ്ങാളെ താന്താനിക്കടവിൽ തന്നെ എൻ്റെ കൂടെ പഠിച്ച 2 ഓമാർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവരുടെ വീട്ടുകാർ ഭയങ്കര അയിത്തം കാര്യങ്ങളൊക്കെ നോക്കുന്നേ. അപ്പൊ അവർക്ക് ഒരുത്തര് 10ൽ 10 പൊരുത്തം വേണം. വേറൊരാളുടെ അമ്മയ്ക്ക് ശ്രീധരൻ വേണം. വേറൊരാളുടെ അമ്മയ്ക്ക് വെളുത്തതായിരിക്കണം. അങ്ങനെ ഡിമാൻഡ് വെച്ച് ഇവന്മാര് കാറ്റാടിക്കാട് കൂട്ടി ഇങ്ങനെ വളർന്നു പോവുകയും ചെയ്ത് പ്രായം കൂടി. അപ്പൊ അവസാനം വന്നപ്പോ എന്തുവാ? ഏതെങ്കിലും ജാതി ഏതെങ്കിലും രൂപത്തിൽ പെണ്ണായിട്ട് ഒരാൾ മതി എന്നുള്ള ഡിമാൻഡിലായി. ഒറ്റ കുറെ ആലോചന നോക്കുന്നുണ്ട്. ലെറ്റേന്റെ കാര്യം കഷ്ടമാണ്. പെണ്ണ് കിട്ടാത്തോണ്ട് അവന് മൊത്തം മറ്റേ ട്രാൻസാക്ഷനോ അങ്ങനെ സാധനം വരുമല്ലോ. ഒന്നും ചെയ്യാതിരിക്കുമ്പോ ഫ്രസ്ട്രേഷൻ. ആ സാധനം നിനക്ക് എങ്ങനെ കിട്ടിയടാ പെണ്ണ്? അത് ഞാൻ സ്നേഹിച്ചു. അവന്റെ ചെലവിൽ വളർത്തം പോലെയാണ് ചോദിക്കുന്നത്. ഒരു പെങ്കൊച്ചെന്ന് ഇച്ചിരി പൊക്കം വെച്ചോ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യുന്നേ. എന്താ പറ്റിയത്? ഇന്ന് തന്നെ ശശി 2 പ്രാവശ്യമാണ് എന്നെ വന്നു. നല്ല അമേരിക്കക്കാരുണ്ട്. അമേരിക്കക്കാരൻ ഭയങ്കര കൊമ്പുണ്ടല്ലോ, ചെറുക്കന്മാരുണ്ടെന്നും പറഞ്ഞു. എന്റെ ക്ലീറ്റോ പെണ്ണ് വലുതായിട്ടില്ല പഠിക്കുവാണെന്നൊക്കെ പറഞ്ഞ എത്ര നാളിനി വെച്ചോണ്ടിരിക്കും? ഓടിയാക്കാൻ പറ്റുമോ? ഇന്നോ നാളെന്ന് പറഞ്ഞ അവള് അത് നേരത്തെ ഉള്ളതെന്ന് ഇച്ചിരി ഒന്ന് പൊക്കം ഇത്തിരി കൂടി നിന്നതുള്ളൂ. അതിനകത്ത് ബുദ്ധിയൊന്നും വളർന്നിട്ടില്ല. അത് ഉള്ള കുട്ടി തന്നെയാണ്. ക്ലീറ്റാണോ തീരുമാനിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ എന്റെ മോളെ കുറിച്ച്. ക്ലീറ്റോനെ അറിഞ്ഞൂടാ. എന്താ അറിഞ്ഞൂടാ? പിന്നെ എന്തെങ്കിലും ഇപ്പോഴേ ഉണ്ടാക്കിയിടണം കേട്ടോ. ഇനി പുള്ള സമയം വില കയറി പോകാൻ പോക്കുണ്ടോ? ഇത് ആരടുത്താണ് ഇതൊക്കെ വന്ന് പറഞ്ഞത്? ഓ ഇപ്പോഴാണല്ലോ ചൂട് പിടിച്ചത്. കൊച്ച് എന്നും അവള് തൊട്ടി കിടക്കൂന്ന് വിചാരിച്ചാ? പിന്നെ അവളൊന്ന് വലിയ അമ്മൂമ്മേ. ആ കൊച്ചു കുട്ടി തന്നെ അവൾക്ക് അതിനുള്ള പ്രായമൊക്കെ. ഈ മനുഷ്യനെ ആ കൊച്ചിനെ കെട്ടിച്ചും വിടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഈ കാര്യം തന്നെ പറയാവുള്ളൂ എല്ലാവർക്കും. ഇവിടെ വന്നപ്പോഴും അതാ കേട്ടത്. സത്യം പറഞ്ഞ വിഷമില്ലായിരിക്കാൻ വഴിയില്ല. ശരിക്കും ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛന്റെ തലയിലും ആ കുഞ്ഞ് വളരുമെന്ന്. 9 മാസം 9 ദിവസം 9 മണിക്കൂർ. നിന്റെ തലയിൽ അപ്പൊ 2 പിള്ളേര് വളരണില്ലേ? നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റാ. നിങ്ങളടുത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങളത് പറഞ്ഞ് വേറെ വഴിക്കുണ്ട്. ഞങ്ങൾ ആണുങ്ങളെ വിഷമം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ എപ്പോഴും 10 മാസം നൊന്ത് പ്രസവിച്ച കണക്കും പറഞ്ഞുകൊണ്ട് വരുമല്ലോ. അച്ഛന്മാർ ഉള്ളിൽ തീയലറിയാ. ഉള്ളിൽ തീ ഭാഗത്തിന് എനിക്ക് 2 ആമ്പിള്ളേരായോണ്ട് എന്റെ ഉള്ളിൽ തീയില്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് പുട്ടും പയറും പപ്പടും നല്ല പോകും. ഓക്കെ തരാം കേട്ടോ. അച്ചാച്ചാ, കഴിച്ചിട്ട് പാത്രം കൊണ്ട് അടുക്കളയിലോട്ട് വെച്ചാ മതിയേ. കഴുകൊന്നും വേണ്ട. അടുക്കള വാതിലും കൂടെ ഒന്ന് അടച്ചേക്കണേ. പോവാണേ. ഫോട്ടോയിലുള്ള പെൺകുട്ടി ഇതല്ലല്ലോ അച്ഛാ. ഫോട്ടോയിലിട്ട പെൺകുട്ടി ഇതല്ലല്ലോ അച്ഛാ. അനിയത്തി കൊച്ചായിരിക്കും. ആണോ? ആരാ? നിങ്ങള് ശശിയേട്ടൻ പറഞ്ഞിട്ടെ പെണ്ണ് കാണാൻ. ശശിയേട്ടൻ പറഞ്ഞിട്ടെ പെണ്ണ് കാണാനാ? ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടാ. ഓ ഇവരെ മറ്റേ ബ്രോക്കർ ശശിയേട്ടൻ പറഞ്ഞിട്ട് വന്നതാ പെണ്ണ് കാണാനായിട്ട്. പെണ്ണ് കാണാൻ? ആ പന്ന അതിന്റെ മുന്നോട്ട് ഞാൻ പറഞ്ഞാണല്ലോ ഇവിടെ പെണ്ണും പുണ്ണാക്കൊന്നുമില്ല. പിന്നെ അവ എന്തെടുക്ക ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്?
നിങ്ങൾ ചോദിച്ചു കണ്ടിട്ടൊക്കെ വേണ്ടേ വരാന്? പെണ്ണ് കാണാണെന്ന് പറഞ്ഞ ഒരുക്കി കെട്ടി തന്തപ്പടം വിളിച്ച് കയറ്റി വരുവാണോ? ആരെങ്കിലും എന്തെങ്കിലും പറയണേ ചാടി കടിഞ്ഞോട്ട് വരല്ലേ? ഇവിടെ പെണ്ണ് പുണ്ണാക്കൊന്നുമില്ല. ചേട്ടാ പെണ്ണ് കല്യാണം എന്താ ഇനി ഇവിടെ വന്നാ അടിച്ച് കരണക്കുട്ടി ഞാൻ വിളിക്കും. അല്ല ചേട്ടാ നിക്ക് ഞാൻ പുള്ളിയെ ഒന്ന് വിളിക്കട്ടെ. ശശിയെ വിളിക്കട്ടെ. ആ വിളി അവനെ വിളി എനിക്ക് രണ്ട് പറയാനുണ്ട്. പെണ്ണ് വിളിക്കുന്നു മല. ഞാൻ ഇവിടെ സ്ഥലത്ത് നിൽക്കുക, നിങ്ങൾ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതെ ഇങ്ങോട്ടുണ്ട്, ഞാൻ സംസാരിക്കാം അവൻ്റെ അടുത്ത്. ഇവിടെ ശശി എടാ നിന്റെ അടുത്ത് ഞാൻ മലയാളത്തിലല്ല പറഞ്ഞത്. ഇവിടെ കെട്ടിക്കാൻ എൻ്റെ കൊച്ചിനെ കെട്ടിക്കല്ലാന്ന്. നിന്റെ പെണ്ണാടിയാണെ കെട്ടി ചോടാ ഞാൻ പറഞ്ഞല്ലേ? പിന്നെ അപ്പൊ വഴിയൊക്കെ നീ പറഞ്ഞോളൂ, എനിക്കിനി പറയാൻ വയ്യ. അപ്പുറത്തെ കണ്ടോ ഇവിടെ അല്ലെന്ന്. ഞാൻ മറ്റേ ക്യാമ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ള താഴോട്ട് കിടക്കുന്ന വഴിയിൽ അപ്പുറത്തെ റോഡാ. ഓപ്പോസിറ്റ് അപ്പുറത്തെ റോഡാ. ആ ശരി അപ്പുറത്തെ റോഡായിരുന്നു. ഇവിടെ അല്ല, അവിടെ അപ്പുറത്തായിട്ട് താഴോട്ട് റോഡായിരുന്നു. അതാണെങ്കിൽ അത് നോക്കി അവിടെ പോണം. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് അപ്പുറത്തെ ബ്രോക്കർ വെച്ച വണ്ടിനെ പോയി കാണും. ശരി കേട്ടോ. ഇതുവരെ വന്ന സ്ഥിതിക്ക് ആ പെണ്ണിന് വരെ ഇതൊന്നും ആലോചിച്ചാൽ എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു. വേറെ ജോലിയില്ലടാ. എടാ ഇത് അലമ്പ് പാർട്ടികളുടെ അച്ഛാ എനിക്കിതിനെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുടുംബ മഹിമയ്ക്ക് പറ്റിയതല്ലേ? മഹിമയ്ക്കാൻ ഒന്നുമില്ല. ഇവിടെ മാമ ഈ പെങ്കൊച്ചിനെ ഇനി കെട്ടിച്ചു തരൂ. മാമന്മാരേന്ന് അയ്യേ പെൺകുട്ടിന്ന് അയ്യേ അങ്ങോട്ട് പോ പെൺകുട്ടി മാമന്മാര് പൊടിമോളെ കല്യാണം കഴിച്ചാണോ? 2 കുട്ടി ഫ്രീ. കെട്ടിനോടൊന്ന് ചോദിക്കോ.